ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത് പൊട്ടാസ്യം നൈട്രേറ്റ്, കുറച്ച് പഞ്ചസാര, പിന്നെ കുറച്ച് സോഡാപ്പൊടി, ബേക്കിംഗ് സോഡ. ആദ്യമേ നമ്മൾ പൊട്ടാസ്യം നൈട്രേറ്റ് എടുക്കുന്നു. പൊട്ടാസ്യം നൈട്രേറ്റ് എടുത്ത് ഒരു 3 സ്പൂൺ പൊട്ടാസ്യം നൈട്രേറ്റ്. ഈ മിക്സ് എങ്ങനെ, സ്മോക്ക് ഗ്രനേഡിൻ്റെ മിക്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ 3:2 റേഷ്യോയിലാണ്. 3 സ്പൂൺ പൊട്ടാസ്യം നൈട്രേറ്റിന് 2 സ്പൂൺ പഞ്ചസാര നമ്മൾ നൈസിന് പൊടിച്ച് വേണം എടുക്കാൻ. എന്നിട്ട് അതിനകത്തോട്ട് 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർക്കും. ബേക്കിംഗ് സോഡ ചേർക്കുന്നത് എന്തിനാന്ന് പറഞ്ഞാൽ, ബേക്കിംഗ് സോഡ ചേർത്ത് കഴിയുമ്പോൾ അതിൻ്റെ ബേണിങ് ടൈം കൂട്ടാൻ വേണ്ടി, കൂടുതൽ പുക ഉണ്ടാവും. നമ്മൾ 2 സ്പൂൺ പഞ്ചസാര എടുത്ത് നമ്മുടെ ബ്ലെൻഡറിനകത്തോട്ട് ഇട്ടിട്ട് മിക്സിക്കകത്തിട്ട് അടിച്ചെടുക്കാൻ പോകണം, പൊടിക്കാൻ പോകണം. ഇത് പൊടിച്ചത് നമ്മൾ ഈ പാത്രത്തിലോട്ട് ഇടണം. എന്നിട്ട് നമ്മൾ നല്ല വൃത്തിക്ക് മിക്സ് ചെയ്യാൻ പോവുക. ബേക്കിംഗ് സോഡ എടുത്ത് ഒരു ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് എന്നിട്ട് വീണ്ടും മിക്സ് ചെയ്യണം. അപ്പോൾ ഗൈസ്, അടുത്തായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന ഈ പൊട്ടാസ്യം നൈട്രേറ്റ്, പഞ്ചസാര ആൻഡ് ബേക്കിംഗ് സോഡയുടെ മിക്സ് എടുത്ത് നമ്മളൊരു വീട്ടിൽ എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്ന പഴയ ഒരു പാനിൽ എടുത്ത് നല്ലോണം സ്പ്രെഡ് ചെയ്ത്, വളരെ തീ കുറച്ച്, എന്നുവെച്ചാൽ സിമ്മല്ല എന്നാൽ ഹൈ ഫ്ലെയിം അല്ലാത്ത രീതിയിൽ ഇടയ്ക്ക് വെച്ച് തീ കോൺസ്റ്റൻ്റായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇളക്കിയില്ലെങ്കിലത്തെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ ഏതെങ്കിലും ഒരു സൈഡിൽ മാത്രമായിട്ട് ഹീറ്റ് അക്യുമുലേറ്റ് ചെയ്യും. നമ്മുടെ ഈ മിക്സിന് തീ പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ പറയേണ്ടതില്ല. നമ്മൾ നിൽക്കുന്നിടം പോലും നമുക്ക് കാണാൻ പറ്റിയല്ല, അതുപോലെ പുകയായിരിക്കും. ഇൻഡോർസിൽ ഈ സാധനം ഇഗ്നൈറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നിൽക്കുന്നിടം പോലും നമുക്ക് കാണാൻ പറ്റാത്ത തരത്തിൽ പുകയായിരിക്കും. എനിക്കങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഇതെപ്പോഴും ഒരിടത്ത് കൂട്ടിയിട്ടിട്ട് ഒരു കാരണവശാലും നമ്മൾ ഇളക്കി കൊടുക്കരുത്. എപ്പോഴും സ്പ്രെഡായിട്ട്, അതായത് എല്ലാ പോർഷനിലും ഈക്വലായിട്ട് നമുക്ക് ഹീറ്റ് ചെല്ലണം. അതുപോലെ ഇതിൻ്റെ ഈ ഒരു കൺസിസ്റ്റൻസി മാറി കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഒരു ക്യാരമൽ പോലെ, നമ്മൾ യൂഷ്വലി നമ്മൾ പഞ്ചസാര ചൂടാക്കുമ്പോഴത്തേക്കും ഉള്ള ആ ഒരു കളറിലെത്തും. അപ്പോഴത്തേക്കും നമ്മൾ പയ്യെ നിർത്തണം. ഈ പോർഷനിൽ കണ്ടോ ഗൈസ്, അതായത് ഇതിൻ്റെ കളറ് ചെറുതായിട്ട് മാറാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഈ ഒരു ചേഞ്ച് തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അധികം താമസിക്കാതെ തന്നെ നമുക്ക് ഇതൊരു സെമി സോളിഡ് ആയിട്ടുള്ളൊരു രീതിയിലോട്ട് മാറും. അപ്പോഴത്തേക്ക് നമുക്ക് ഈ പാത്ര ഹീറ്റ് അപ്പം തന്നെ ഓഫ് ആക്കണം. അതായത് ഒരു സർട്ടൻ പോയിൻ്റ് കഴിഞ്ഞ ഉടനെ ഇത് ഇഗ്നൈറ്റ് ആവും. ഇനി ചൂടത്ത് വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഇഗ്നൈറ്റ് ആവും എന്നൊരവസ്ഥ വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത് കഴിഞ്ഞ്, അതായത് ഇങ്ങനെ ഒരു കളർ ചേഞ്ച് ഉണ്ടായതിന് ശേഷം എപ്പോഴും വളരെ കോഷ്യസ് ആയിട്ട് വേണം നമ്മൾ മുമ്പോട്ട് പോകാൻ.
ഈ ഒരു കളർ ചേഞ്ച് ഉണ്ടായി അതിന് ശേഷം അത് ഈ ഒരു സെമി സോളിഡ് സ്റ്റേറ്റിലെത്തി കഴിഞ്ഞിട്ട് നമുക്കൊരു ഹോളോ സിലിണ്ടറിനകത്തോട്ട് അതൊരു PVC പൈപ്പ് ആകാം. ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിച്ച ഒരു കാർഡ്ബോർഡിൻ്റെ ഒരു ഹോളോ ട്യൂബാണ് ഉപയോഗിച്ച് വെച്ചേക്കുന്നത്. അപ്പം അതിനകത്തോട്ട് നമ്മൾ ഈ മിക്സ് നിറയ്ക്കുക. എന്നിട്ട് ഒരു ഡവൽ കൊണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തടി കഷ്ണം കൊണ്ട് ഇടിച്ച് ഒന്ന് സെറ്റാക്കി വെക്കുക. അതായത് നമ്മൾ എല്ലാം യൂണിഫോമായിട്ട് ഇതിനകത്ത് പറ്റി പിടിച്ചിരിക്കാതിരിക്കാൻ വേണ്ടി യൂണിഫോമായിട്ട് ഇത് താഴെ വന്നിരിക്കാൻ വേണ്ടിയാണ് നമ്മളൊരു തടി കൊണ്ട് അതടിച്ച് സെറ്റാക്കുന്നത്. സെറ്റാക്കിയതിന് ശേഷം നമുക്ക് ഇതൊന്ന് ബേൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഗൈസ്, നമ്മുടെ സ്മോക്ക് ബോംബിൻ്റെ അവസാന ഫോം ഇതാണ്. നമുക്കിതൊന്ന് ബേൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഗൈസ് കണ്ടല്ലോ, നല്ല 916 വെള്ള പുക. ഈ പുകയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ശ്വസിക്കുന്നതിന് ഇതിന് വലിയ പ്രശ്നമൊന്നുമില്ല. മാത്രമല്ല, ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ ഈ പുക പോയ ആ ഏരിയയിലുള്ള പ്രത്യേകിച്ച് ഒരു സാധനങ്ങൾ നമുക്ക് കാണാൻ പറ്റുകയില്ല. അപ്പുറത്തും ഇപ്പുറത്തുമല്ല, പുകയുള്ള ഏരിയ മാത്രം. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്ക് ചെയ്യാം, ഡിസ്ലൈക്ക് ചെയ്യാതെ നിങ്ങളുടെ ഇഷ്ടം. ഷെയർ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഷെയർ ചെയ്യുക. താങ്ക് യു.